നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ വിഭാവനം ചെയ്ത മാതൃകാ സഭയുടെ ഭാഗമായി ആവിഷ്കരിച്ച പല പദ്ധതികളിൽ ഒന്നാണ് മാതൃകാ പച്ചക്കറി കൃഷി. മറ്റ് പല മേഖലകളിലും എന്നതുപോലെ കൃഷി മേഖലയിലും കാർഷിക കേരളം വളരെയേറെ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ തുടങ്ങിയ വിശേഷ കാലഘട്ടങ്ങളിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും നമ്മൾ കൃഷിക്ക് മുൻതൂക്കം നൽകേണ്ടതുണ്ട്. ഇത്തരത്തിൽ പഴം, പച്ചക്കറി മേഖലകളിൽ സ്വയം പര്യാപ്തത നേടി ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാവർക്കും പോഷകാഹാരം നൽകുക എന്നുള്ള രാഷ്ട്രത്തിൻ്റെ കടമ നിർവഹിക്കാനും കൂടി നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഫലം, പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ പുതിയൊരു ആശയം ഇത്തവണ വന്നിട്ടുണ്ട്. നമ്മുടെ പൂക്കൾ നമ്മുടെ ഓണം. അപ്പോൾ അതിലൂടെ പൂക്കളുടെ കൃഷിക്കും പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. കത്തിരി, വെണ്ട, കുറ്റിപ്പയർ, ചീര, പിന്നെ കുറ്റി ബീൻസ്, ഇങ്ങനെയുള്ള പല പല ഐറ്റംസ്, പാവൽ, പടവലം, ഇങ്ങനെ എല്ലാ ഐറ്റംസും ഒരുവിധപ്പെട്ട എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ 2500ഓളം ചട്ടിയും വെച്ചിട്ടുണ്ട്. ഒരു 25 സെൻറ്റോളം സ്ഥലത്ത് തറയിലും ചെയ്തിട്ടുണ്ട്. ചട്ടി 2500ഓളം വെച്ചിട്ടുണ്ട്. മറ്റൊരു ഓണക്കാലം കൂടി വരവായി. തീർച്ചയായിട്ടും ഓണത്തിൻ്റെ പ്രധാന ഘടകമാണല്ലോ ഓണസദ്യ. ഓണസദ്യ ഒരുക്കണമെങ്കിൽ പച്ചക്കറികൾ വേണം. നമുക്ക് നമ്മുടെ രീതിയിൽ തനതായ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ, നമ്മുടെ വീടിൻ്റെ മട്ടുപ്പാവിലും മറ്റും കൃഷി ചെയ്യാൻ വേണ്ട തയ്യാറെടുപ്പുകൾക്ക് നമ്മുടെ വകുപ്പുകളും സംസ്ഥാന തലത്തിലെ വകുപ്പുകളും പൊതുജനങ്ങളും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ മട്ടുപ്പാവിൽ കൃഷി എന്നുള്ള ആശയത്തിന് കൂടുതൽ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണിപ്പോൾ. നമ്മുടെ കൃഷി രീതി, നമ്മളും കൃഷിയിലേക്ക് എന്നുള്ളൊരാശയം ഇപ്പോൾ ശരിക്കും നമ്മുടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നിയമസഭയും അതിൻ്റെ ഭാഗമായിട്ട് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നുണ്ട്. പരിസര പ്രദേശങ്ങളിലെല്ലാം കൃഷിയുണ്ട്. ഇത് കൃഷി ചെയ്ത് കിട്ടുന്ന വിളവുകൾ വിറ്റ് അത് എന്തെങ്കിലും പൊതുജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക എന്നുള്ളതിനേക്കാളുപരി അതോടൊപ്പം തന്നെ പുതിയൊരു കൃഷി സംസ്കാരം ജനങ്ങളെ പഠിപ്പിക്കുക, ജനങ്ങളിൽ സ്വന്തമായി കൃഷി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതോടൊപ്പം ജൈവ കൃഷി ഉൽപ്പന്നങ്ങൾ, ഈ കൃഷിയിലൂടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരം നൽകേണ്ടതിൻ്റെയും ആവശ്യകത ബോധ്യപ്പെടുത്തുകയും കൂടെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് തുളസി വനമാണ്. ലഭ്യമായ എല്ലാതരം തുളസി ചെടികളും ഇവിടെ ഉണ്ട്. ഇത് നമുക്കെല്ലാം പരിചയമായ കൃഷ്ണ തുളസിയാണ്. അതുപോലെ തന്നെ രാമതുളസി. പിന്നെ ഈ തുളസികളുടെ എല്ലാം പേര് അതിൽ തന്നെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വരുന്ന ആളുകൾക്കും വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വരാറുണ്ട്. ഇത് കാട്ടു തുളസിയാണ്. അതുപോലെ ഓരോ തരം തുളസിയും പിന്നെ അതിൻ്റെയൊക്കെ പ്രാധാന്യമൊക്കെ നമ്മൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് പൂച്ചമീശ തുളസി എന്നാണ്. അതൊക്കെ റെയർ സ്പീഷീസാണ്. അഗസ്ത്യ തുളസിയുണ്ട്, തേക്ക് തുളസിയുണ്ട്, അയമോദക തുളസി. ഈ എല്ലാ തുളസികൾക്കും ഓരോ പ്രത്യേക ഔഷധ ഗുണങ്ങളുണ്ട്. പൂച്ച തുളസി, ഇങ്ങനെ പല പല തുളസികളുണ്ട്. കർപ്പൂര തുളസി. ശരിക്കും പറഞ്ഞാൽ ഈ തുളസി വനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാതരം തുളസികളുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതുകൂടാതെ നമുക്ക് ഔഷധത്തോട്ടങ്ങൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാതരം ഔഷധങ്ങളും കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അതുപോലെ തന്നെ ശലഭങ്ങൾ ആകർഷിക്കാൻ വേണ്ടി ശലഭത്തോട്ടം, ശലഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തോട്ടം, അതൊക്കെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, ആരംഭിക്കുന്നേ ഉള്ളൂ. മേഡത്തിൻ്റെ വകയും പിന്നെ കുട്ടികളുടെയും എല്ലാവരെയും കൂടെ പരിശ്രമവും നമ്മുടെ പരിശ്രമവും ഒക്കെ ഉണ്ട് ഇത്രയൊക്കെ ആക്കിയെടുത്തു. വിഷാംശങ്ങളില്ലാത്ത ജൈവമായിട്ടുള്ളത് വെച്ചാണ് കൃഷി. വീട്ടിൽ പച്ചക്കറി അങ്ങനെ വലുതായിട്ടുള്ള തോതിലൊന്നും ഇല്ല. എന്നാലും ഇവിടെ സെക്രട്ടറി സാറും സ്പീക്കറിനൊക്കെ പച്ചക്കറി ഒരുപാട്
പറയുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് പച്ചക്കറി ചെയ്യണമെന്നും അതിൽ നിന്നുള്ള വിളവെടുപ്പ് നിങ്ങൾ എടുക്കണമെന്നും പുറത്തുനിന്ന് വാങ്ങിക്കാതെ സ്വന്തമായിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യും പോലെ നിങ്ങൾക്ക് വീട്ടിലും ചെയ്യാമെന്നുള്ള പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സെക്രട്ടറി സാർ ആദ്യമേ വന്ന ഉടനെ എൻ്റെ അടുക്ക വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് നമുക്ക് പച്ചക്കറിയെ പറ്റി ഇവിടെ വന്ന് മൊത്തം ഇവിടെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു അതെല്ലാം ഇത് നമുക്ക് മൊത്തം ഇവിടെ പച്ചക്കറി ആക്കണം എന്നാൽ സാറ് കൂടെ നടക്കും. കൂടെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചാൽ നമുക്ക് അത് വെക്കണം, ഇത് വെക്കണം, ഇപ്പുറത്ത് വെക്കണം, എന്നാ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുക്ക പറഞ്ഞാൽ മതി, നമുക്ക് എന്ത് വേണം ചെയ്യാം എന്നും പറഞ്ഞ് സാറ് നമ്മുടെ കൂടെ നടക്കുമായിരുന്നു. പച്ചക്കറി ഇത്ര അതിൻ്റെ ഫലം കൂടെ കൂടിയാണ് ഇപ്പോൾ ഇത്ര ഇങ്ങനെ ഈ ലെവലിൽ നമ്മൾ ഇപ്പം നിൽക്കുന്നത്.